നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. സെമിനാറുകൾ 14 മുതൽ. പൂച്ചയെ രക്ഷിക്കുന്നതിനിടെ കിണറിൽ വീണ് മരിച്ച യുവാവിന് നാടിന് നൊമ്പരമായി. ചെറുപനത്തടിയിലെ പ്രസാദിനാണ് ദാരുണാന്ത്യം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനോട് അവഗണന. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധനുമാസത്തിലെ തിരുവാതിര നാളിനെ വരവേറ്റ് മെഗാ തിരുവാതിര. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചായിരുന്നു മെഗാ തിരുവാതിര. വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ പണി കഴിപ്പിക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത. ശിലാസ്ഥാപന ചടങ്ങിനിടെ ഭക്തരുടെ പ്രതിഷേധം. അതിനാൽ ദർഗാ ഷരീഫ് ഉറൂസിന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. മടിയൻകൂലോം പാട്ടുത്സവം. അടോട്ട് ഇടവും കുന്നിൽ തെയ്യ സംഘം നടന്നു. അതിനാൽ ദർഗാ ഷരീഫ് ജമായത്ത് ഭാരവാഹികൾ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് 28-ന് തുടക്കമാവും. വാർത്തകൾ വിശദമായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. സെമിനാറുകൾ 14 മുതൽ തുടങ്ങും. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ ഏരിയകളിലും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. 14 മുതലാണ് സെമിനാറുകൾ ആരംഭിക്കുക. സെമിനാറുകൾക്ക് പുറമെ കലാ, കായിക, സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. രക്തസാക്ഷി കുടുംബ സംഗമം, ചരിത്ര ചിത്ര പ്രദർശനം എന്നിവയും ഉണ്ടാകും. സിനിമാ പ്രദർശനം, സിനിമാക്കാരുടെ സംഗമം എന്നിവയും നടക്കും. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജനുവരി 15-ന് ജില്ലയിലെ മുഴുവൻ പാർട്ടി ഓഫീസുകളിലും അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീടുകളിൽ പതാക ഉയരും. ആകർഷകമായ പ്രചാരണ കുടിലുകൾ, ശില്പങ്ങൾ എന്നിവ നിർമ്മിക്കും. ഏരിയ തലത്തിലും തുടർന്ന് ജില്ലാ മത്സരാടിസ്ഥാനത്തിലുമാണ് പ്രചാരണം. പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം അടുത്ത മാസം 5, 6, 7 തീയതികളിൽ ഇവിടെ കാഞ്ഞങ്ങാട് വെച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബർ 4-ാം തീയതി കാഞ്ഞങ്ങാട് വെച്ച് വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി. 10-11ഓളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബ് കമ്മിറ്റികൾക്കും അന്ന് രൂപം നൽകി. കേന്ദ്ര സംഘാടക സമിതിയുടെയും വിവിധ സബ് കമ്മിറ്റികളുടെയും യോഗങ്ങൾ നിരവധി തവണ ചേരുകയുണ്ടായി. ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്ന കാഞ്ഞങ്ങാട്ടെ നഗരി സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും പേരിലാണ്. പ്രതിനിധി സമ്മേളന നഗരിന് മുൻ ജില്ലാ സെക്രട്ടറിമാരായ A. നാരായണന്റെയും K. കുഞ്ഞിരാമന്റെയും, സെമിനാർ നടക്കുന്ന സ്ഥലത്തിന് P. രാഘവന്റെയും പേരുകൾ നൽകി. കൊടിമര ദീപശിഖ ജാഥ ഫെബ്രുവരി 4-ന് നടക്കും. സംഘാടക സമിതി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി M. V. ബാലകൃഷ്ണൻ, V. രമേശൻ, അഡ്വക്കേറ്റ് K. രാജ്മോഹൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, P. K. നിഷാന്ത്, M. രാഘവൻ, K. V. സുജാത, അഡ്വക്കേറ്റ് C. ഷുക്കൂർ, ഡോക്ടർ C. ബാലൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ധനുമാസത്തിലെ തിരുവാതിര നാളിനെ വരവേറ്റ് മെഗാ തിരുവാതിര. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചായിരുന്നു 700-ൽ അധികം പേർ പങ്കെടുത്ത തിരുവാതിരക്കളി. പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചാണ് ഈ മെഗാ തിരുവാതിര. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 6 മുതൽ 70 വയസ്സുവരെയുള്ള 700ഓളം കലാകാരികളാണ് നിരഞ്ജനി ജയരാജ്, നീന ജയകൃഷ്ണൻ, കാർത്തിക ചന്ദ്രൻ എന്നിവരുടെ പാട്ടിനൊപ്പം ചുവടുവച്ചത്. രാജഗോപാലൻ മാവുങ്കാൽ പുല്ലാങ്കുഴലും നീലേശ്വരം സന്തോഷ് മാരാർ ഇടക്കയും വായിച്ചു.
കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 22 ഇടങ്ങളിൽ കഴിഞ്ഞ 3 മാസക്കാലം പരിശീലനത്തിലായിരുന്നു അങ്കനമാർ. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ജയശ്രീ ജയരാജ്, മായ കൈലാസ് നാഥുമാണ് അങ്കനമാരെ പരിശീലിപ്പിച്ചത്. പള്ളിക്കര കേണമംഗലം ഭഗവതി ക്ഷേത്രത്തിൻ്റെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മെഗാ തിരുവാതിരയാണ് ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. 12-ാം തീയതി ജാനുവരി 700ഓളം കുട്ടികൾ പല ഭാഗത്തു നിന്ന്, നീലേശ്വരത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഇവിടെ തിരുവാതിരയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അത് പല സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ജയശ്രീ ടീച്ചറും പഠിപ്പിച്ചിട്ടുള്ളത്. 19ഓളം സ്ഥലങ്ങൾ. അവർക്കൊരു ഒക്ടോബർ മുതൽ തുടങ്ങിയ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഫലമാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, നീലേശ്വരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V ഗൗരി, V ഭാർഗവി, KP ഉഷ എന്നിവർ ചേർന്നാണ് തിരുവാതിര കളിക്ക് ദീപം കൊളുത്തിയത്. സംഘാടക സമിതി മുഖ്യരക്ഷാധികാരി മണികണ്ഠൻ മേളത്ത്, ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, മുൻ MP P കരുണാകരൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. നീലേശ്വരം കേണമംഗലം കഴകം പെരുങ്കളിയാട്ടം 2025 മാർച്ച് 4 മുതൽ 9 വരെ നടക്കുകയാണ്. ഈ പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി പ്രോഗ്രാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് 700ഓളം കലാകാരികൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര ഇവിടെ പള്ളിക്കരയിൽ അരങ്ങേറുകയാണ്. ധനുമാസത്തിലെ തിരുവാതിര ജനുവരി 13-നാണ്. ആ തിരുവാതിരയെ വരവേറ്റുകൊണ്ട് മെഗാ തിരുവാതിര ഇന്ന് നടക്കുന്നു. അമ്മ ദൈവ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് പെരുങ്കളിയാട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ വനിതകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ചടങ്ങ് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് 700ഓളം വനിതാ കലാകാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ മെഗാ തിരുവാതിര ഇവിടെ അരങ്ങേറുന്നത്. മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 13-ന് വ്യാപാരികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ മുന്നോടിയായി സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നേതൃത്വത്തിലുള്ള സംസ്ഥാന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക, വ്യാപാര മേഖലയിൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക, വാടക നിയന്ത്രണ നിയമം നടപ്പിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ. സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. വളരെ കാലികവും പ്രസക്തവുമായ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശ സംസ്ഥാന ജാഥ നടക്കുന്നത്. ഇന്ന് രാവിലെ കാസർഗോഡ് നിന്ന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC മുഹമ്മദ് കോയയാണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കാസർഗോഡ് മുതുമയിലെയും സ്വീകരണത്തിന് ശേഷമാണ് ചരിത്ര പ്രാധാന്യമുള്ള കാഞ്ഞങ്ങാട് ജാഥ എത്തിയത്. ഇന്നേ ദിവസം ജാഥയുടെ സമാപനം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് നടക്കുന്നത്. കേരളത്തിലെ 80 വ്യാപാര കേന്ദ്രങ്ങളിൽ ഈ ജാഥ പര്യടനം നടത്തി വ്യാപാരികളോടും പൊതുസമൂഹത്തോടും ഈ ജാഥയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംവദിച്ചുകൊണ്ടാണ് ജാഥാ പര്യടനം ജനുവരി മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ സമാപിക്കുന്നത്. സ്വീകരണ പരിപാടിയിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ KV സുകുമാരൻ സ്വാഗതം പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV ദിനേശൻ നന്ദിയും പറഞ്ഞു. ജാഥയ്ക്ക് 80 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. 25-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. സമാപന സമ്മേളനം മുൻ മന്ത്രി TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ പണി കഴിപ്പിക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത. ശിലാസ്ഥാപന ചടങ്ങിനിടെ ഭക്തരുടെ പ്രതിഷേധം. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം വക ഭൂമിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിനും മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ശിലാസ്ഥാപന അനാച്ഛാദന ചടങ്ങ് നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നമ്മുടെ മലബാറിലാകെയുള്ള ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനായി ഈ മേഖലയിൽ നടന്നു വരുന്ന
എല്ലാവരും പ്രകീർത്തിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മാരിയമ്മ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാവി ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വികസന പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മലബാറിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ 1500-ലധികം വരുന്ന ക്ഷേത്രങ്ങളിൽ 1/3 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന, സ്വന്തം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ. നിലവിൽ ഉപയോഗശൂന്യമായി കിടന്ന കടമുറികളടങ്ങിയ കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം വരുന്നത്. 1 കോടി രൂപ ചെലവാണ് പുതിയ കെട്ടിടത്തിന് കണക്കാക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. താഴത്തെ നില മാരിയമ്മ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കും. ഇതിൽ 9 കടമുറികളാണ് വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ 8 ലക്ഷം രൂപ മാരിയമ്മ ക്ഷേത്രത്തിന് പ്രതിവർഷം വരുമാനം ലഭിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങളായ K ജനാർദ്ദനൻ, PK മധുസൂദനൻ, ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ KV സുരേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ PV സതീഷ് കുമാർ, AK ശങ്കരൻ, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ KP പ്രദീപ് കുമാർ, NK ബൈജു, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ B മുകുന്ദപ്രഭു, എക്സിക്യൂട്ടീവ് ഓഫീസർ M മഹേഷ് എന്നിവർ സംസാരിച്ചു. ഇതിനിടയിൽ എതിർപ്പുമായി ഒരു വിഭാഗം ഭക്തരെത്തി. കെട്ടിടം പണിയുന്നതിലൂടെ ക്ഷേത്ര ചൈതന്യം നഷ്ടപ്പെടുമെന്നാണ് ഇവരുടെ വാദം. മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് ദേവിയുടെ ഹിതമറിയാതെയാണ് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഏറെ സ്ഥലപരിമിതികൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ദേവാലയമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു പോകുന്നവരാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പരിമിതമായ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഹിതമറിയാതെ, ദേവിയുടെ ഹിതമറിയാതെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയാതെ ഒരു നിർമ്മാണ പ്രവർത്തനമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള ഭക്തജന പ്രതിഷേധം, ഭജനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനുള്ള സ്ഥലം പോലും ഇല്ലാതെ പരിമിതർക്ക് വളരെ ഞെരുങ്ങിയിരിക്കുന്ന നേരത്ത് ഇവിടെ നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വേദി നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അന്നദാനം, 10 ദിവസത്തോളം അന്നദാനം നടക്കുമ്പോഴോ ആ അന്നദാനത്തിന് പോലും സൗകര്യമില്ലാത്തൊരു സ്ഥിതിക്കകത്തു നിന്നുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് ഇത്തരമൊരു തെറ്റായ തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. നാമജപം മുഴക്കിയായിരുന്നു പ്രതിഷേധം. സംഘർഷ സാധ്യത മുൻനിർത്തി സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ഉറൂസിന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ പങ്കെടുത്തത് നിരവധി പേർ. അതിഞ്ഞാലിലെ പ്രവാസി നിവാസികളെയും മുൻകാല പ്രവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രവാസി സംഗമം സംഘടിപ്പിച്ചത്. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM ഫാറൂഖ് ഹാജിയുടെ അധ്യക്ഷതയിൽ മുൻകാല പ്രവാസി CK അബ്ദുൾ റഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അതിന് അത്യാവശ്യം വേണ്ടത് ഐക്യമാണ്. ഐക്യം ഊട്ടിയുറപ്പിച്ചല്ലാതെ പ്രവൃത്തി ശക്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ അർപ്പിച്ചത് പ്രവാസി സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ്. പ്രവാസി സംഗമത്തിൽ ഞാനൊഴികെ മറ്റെല്ലാവരും ഇന്ന് പ്രവാസികളാണ്. നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അടക്കം ജമാഅത്തിൽ ഏറെക്കുറെയുള്ള നമ്മുടെ മെമ്പർമാരെല്ലാം പ്രവാസികളാണ്. PM ഫൈസൽ സ്വാഗതം പറഞ്ഞു. VK അബ്ദുള്ള ഹാജി, പാലാട്ട് ഹുസൈൻ ഹാജി, CH സുലൈമാൻ ഹാജി, തെരുവത്ത മൂസ ഹാജി, മണ്ഡ്യൻ അബ്ദുറഹ്മാൻ ഹാജി, PM ഫാറൂഖ് അബുദാബി, B ഷുക്കൂർ കുവൈത്ത, ഷുഹൈബ് നമ്പൂരിക്കാടത്ത് ഖത്തർ, റഹ്മാൻ ബഹ്റൈൻ, സലീം ബടക്കൻ അമേരിക്ക, PM ഇസ്മായിൽ ദുബായ്, CK അബ്ദുള്ള ഹാജി, CP നാസർ അജ്മാൻ, കുഞ്ഞി മൊയ്തീൻ, PM ഷുക്കൂർ, ഹമീദ് ചേരക്കാടത്ത്, മുത്തലീബ് പാരീസ്, മുഹമ്മദ് കുഞ്ഞി കലായിൽ, കുഞ്ഞാമദ് ഔത്തുനോടത്ത്, അബ്ദുൾ റഹ്മാൻ വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. KK ഫസലുർ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story.
one vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. അതിഞ്ഞാൽ ദർഗാ ഷരീഫ് ജമാഅത്ത് ഭാരവാഹികൾ പാട്ടുത്സവം നടക്കുന്ന മടിയൻകൂലോത്ത് സന്ദർശനം നടത്തി. നവീകരണ ഫണ്ടിലേക്ക് തുകയും കൈമാറി. മതമൈത്രി സൗഹാർദ്ദം വിളിച്ചോതിക്കൊണ്ട് അതിഞ്ഞാൽ ദർഗാ ഷരീഫ് മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ പാട്ടുത്സവം നടക്കുന്ന മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തി. ജമാഅത്ത് സെക്രട്ടറി പാലാട്ട ഹുസൈൻ ഹാജി, ട്രഷറർ CH സുലൈമാൻ ഹാജി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM ഫാറൂഖ് ഹാജി, വൈസ് പ്രസിഡന്റുമാരായ പാലക്കി മുഹമ്മദ് കുഞ്ഞി ഹാജി, B മുഹമ്മദ് ഹാജി, ജോയിന്റ് സെക്രട്ടറിമാരായ അഷ്റഫ് ഹന്ന, ഖാലിദ് അറബിക്കാടത്ത്, CH റിയാസ് എന്നിവരും MMK മുഹമ്മദ് കുഞ്ഞി, റമീസ് അഹമ്മദ്, യൂസഫ് കോയാപ്പള്ളി എന്നിവരാണ് ക്ഷേത്ര സന്ദർശക സംഘത്തിലുണ്ടായിരുന്നത്. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ജമാഅത്ത് ഭാരവാഹികളെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ, അംഗങ്ങളായ NV ബേബിരാജ്, V നാരായണൻ, KV അശോകൻ, ക്ഷേത്ര നവീകരണ കമ്മിറ്റി ഭാരവാഹികളായ V കമ്മാരൻ, CV തമ്പാൻ, തൊക്കാനം ഗോപാലൻ, നാരായണൻ, കുതിരുമ്മൽ ഭാസ്കരൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P വിജയൻ, TV തമ്പാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മടിയൻകൂലം ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു.
തുടർന്ന് നടന്ന പരിപാടിയിൽ ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ VM ജയദേവൻ, അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ജമാഅത്ത് സെക്രട്ടറി പാലാട്ട് ഹുസൈൻ ഹാജി എന്നിവർ സംസാരിച്ചു. നമ്മളുടെ ഒത്തുചേർന്നിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്കപ്പുറം സമർക്കുന്നു വന്ന അതിഞ്ഞാൽ സെയ്ദ് ഉമർ സൗദിയും മടിയും ക്ഷേത്രവാരും തമ്മിലുള്ള ബന്ധം അനുസ്മരിക്കുന്ന ഉത്സവം നടക്കുന്ന ഈ വേളയിൽ അതിഞ്ഞാലിൽ ഇപ്പോഴും ഉറൂസ് നടക്കുന്നു, മടിയംകുലത്ത് പാട്ടുത്സവം നടക്കുന്നു. ഈ രണ്ട് സമുദായത്തിനും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകോത്സവങ്ങളായി നാട്ടിലെ സമാധാനത്തിനും സൗഹാർദ്ദത്തിനും വേരുകെട്ട നമ്മുടെ നാട്ടിലെ ഈ സൗഹൃദ ബന്ധം ലോകാവസാനം നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ ഫണ്ടിലേക്ക് അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ വകയായുള്ള ഫണ്ട് കൈമാറൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്ത് കുതിരി പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് 28-ന് തുടക്കമാവും. പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിപുലമായ ജനറൽ ബോഡി യോഗം ചേർന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 28, 29, 30, 31 തീയതികളിൽ നടക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി ആഘോഷ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിപുലമായ ജനറൽ ബോഡി യോഗം ചേർന്നു. ആഘോഷ കമ്മിറ്റി കൺവീനർ ജയൻ അടൂട്ട് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ VV സുഗതൻ അധ്യക്ഷത വഹിച്ചു. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി, സെക്രട്ടറി ബാലൻ മുട്ടക്കാൽ, ട്രഷറർ കൃഷ്ണൻ വെള്ളിക്കോത്ത്, ആഘോഷ കമ്മിറ്റി ട്രഷറർ അശോകൻ മാണിക്കോത്ത് എന്നിവർ സംസാരിച്ചു. മുൻ ഭാരവാഹിയായിരുന്ന VV കുഞ്ഞിക്കണ്ണൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ പ്രാദേശിക കമ്മിറ്റികളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി. മാണിക്കൂത്ത് ചോയ്യമ്പു പണിക്കരുടെ മകൾ, പരേതയായ കുഞ്ഞിപ്പെണ്ണമ്മയുടെ മക്കൾ എന്നിവർ അന്നദാനത്തിനുള്ള ഫണ്ടും കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകൂലം പാട്ടുത്സവം അടോട്ട് ഇടവും കുന്നിൽ തെയ്യസംഘം. കല്യാൺ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, നേരോത്ത് പേരാറ്റൂർ കൂലം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യങ്ങളാണ് സംഗമിച്ചത്. ഉത്തര കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം. ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന്റെ ഭാഗമായി കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, നെരൂത്ത് പെരട്ടൂർ കൂലം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യങ്ങൾ അടൂട്ട് ഇടവും കുന്നിൽ സംഗമിച്ചു. തെയ്യസംഗമത്തിന് ശേഷം ക്ഷേത്രത്തിൽ പുറത്തെഴുന്നള്ളത്ത്, കളംവരയ്ക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 പുറത്തെഴുന്നള്ളത്ത് നടക്കും. 10 കലശപൂജ. രാത്രി 11:30 പുറത്തെഴുന്നള്ളത്ത്, കളംവരയ്ക്കൽ, നാഗക്കളം, നാഗപ്പാട്ട്, നാഗത്തോറ്റം, കളം പൂജ എന്നിവ നടക്കും. 15 ബുധനാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം പെരട്ടൂർ കൂലം, മുളവന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യ സംഘങ്ങൾ തിരിച്ചു പോകുന്നതോടെ പാട്ടുത്സവത്തിന് പരിസമാപ്തി കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിനോദിനി നാലപ്പാടം സ്മാരക അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി അവാർഡ് ഏറ്റുവാങ്ങി. തുളുനാട് മാസികയും CPIM നാലപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വിനോദിനി നാലപ്പാടം സ്മാരക അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും കുശവൻകുന്ന് റോട്ടറി ഹാളിൽ നടന്നു. മുൻ MP P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മീറ്റിംഗും വൈകുന്നേരം. അപ്പം നമ്മുടെ ആളുകൾ പറഞ്ഞില്ല, ഇവിടെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എല്ലാവരുടെയും മീറ്റിംഗ് നടക്കും. അപ്പോൾ രാവിലെ 9 തന്നെ വന്ന സമയത്ത് ആളുകൾ കുറവായതുകൊണ്ട് നടക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള പരിപാടികളിൽ കൃത്യസമയത്ത് തന്നെ അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. ഈ 25 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹായവും സഹകരണവും തുളുനാട് മാസികയ്ക്ക് ലഭിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. എനിക്കറിയാം, 10-15 വർഷം ഒരു വലിയ പത്രത്തിൻ്റെ ചുമതലയിൽ പ്രവർത്തിച്ച സമയത്തും ഓരോ ദിവസവും ഒരു പത്രം നടത്തുമ്പോൾ അല്ലെങ്കിൽ മാസിക നടത്തുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളും. ഇത്തവണത്തെ വിനോദിനി നാലപ്പാടം സ്മാരക അവാർഡ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. VV പ്രഭാകരൻ ആമുഖ ഭാഷണം നടത്തി. MV രാഘവൻ വിനോദിനി നാലപ്പാടം അനുസ്മരണം നടത്തി. കാരിച്ചിയമ്മ, KV ജാനു എന്നിവരെ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഉപഹാര സമർപ്പണവും നടത്തി. മുഖ്യാതിഥിയായി പങ്കെടുത്ത KCCPL MD ആനക്കൈ ബാലകൃഷ്ണനെ P. കരുണാകരൻ അനുമോദിച്ചു.
വി രമേശൻ, അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ, പി കെ നിഷാന്ത്, ദേവി രവീന്ദ്രൻ, ടി കെ നാരായണൻ, കെ എം സുധാകരൻ, കെ വിശ്വനാഥൻ, കെ മീന, നാലപ്പാടം കുമാരൻ, സുരേഷ് കുമാർ നീലേശ്വരം എന്നിവർ സംസാരിച്ചു. കെ മോഹനൻ സ്വാഗതവും SAS നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുഡ്സ് വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ചരക്ക് ഗതാഗത മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, ഖനന മേഖലയിലെ അപാകതകൾ പരിഹരിച്ച് തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, വഴിയിൽ തടഞ്ഞു നിർത്തി അമിതമായ പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഗുഡ്സ് വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുമായി സർക്കാർ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക, ഒക്ടോബർ 1 ചരക്ക് ഗതാഗത മേഖലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് കേരള തൊഴിൽ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്തുണ്ടാക്കിയ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കാറ്റാടി കുമാരൻ അധ്യക്ഷത വഹിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി. ജില്ലാ സെക്രട്ടറി വേങ്ങാട്ട് ശശി ഉപഹാര വിതരണം നടത്തി. അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും കലാകായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുമാണ് അനുമോദനം ഏറ്റുവാങ്ങിയത്. ഏരിയ സെക്രട്ടറി P ബാബു വെള്ളിക്കോത്ത് സ്വാഗതവും രാമകൃഷ്ണൻ അടമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 60ാം വാർഷിക ആഘോഷം കവി സമ്മേളനം നടന്നു. വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വേലാശ്വരത്തിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. പ്രശസ്ത കവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കവി സമ്മേളനം നടന്നു. ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ കവിത ചോറ്റുപാഠം, എൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിലെ ഒരു കവിതയാണ്, കുറച്ച് വലുതാണ്. അതുകൊണ്ട് അരിവാങ്ങിവ വേഗം പല വ്യഞ്ജനങ്ങളും പലതും തീർന്നു, മീനുണ്ടെങ്കിലോ വാങ്ങിക്കോളും. അരിവാങ്ങിവ വേഗം പല വ്യഞ്ജനങ്ങളും പലതും തീർന്നു, മീനുണ്ടെങ്കിലോ വാങ്ങിക്കോളൂ. ഒക്കെയും വാങ്ങാം, ഞാൻ ഈ പുസ്തകം വായിച്ചോട്ടെ, പാതിയിൽ നിർത്തിപ്പോകാൻ മനസ്സു വരുന്നില്ല. അറിയൂ, ശരീരത്തിൽ മാത്രമല്ലല്ലോ കാര്യം. AV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ ചിന്തളം, കാര്യമ്പു വാണിയംപാറ, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, അജയ് പ്രസീദ്, വിനു വേലാശ്വരം, AV പവിത്രൻ, മുകേഷ് വെള്ളിക്കൂത്ത്, വിനീത് തട്ടുമ്മൽ, പ്രസാദ് വേലാശ്വരം എന്നിവർ തങ്ങളുടെ കവിതകൾ അവതരിപ്പിച്ചു. M ചന്തുകുഞ്ഞി സ്വാഗതവും T പത്മനാഭൻ വേലാശ്വരം നന്ദിയും പറഞ്ഞു. കവി സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service.
ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ദേശീയ യുവജന വാരാചരണം വെള്ളിക്കോത്ത് വിവേകാനന്ദ ദർശനങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. കേരള സംസ്ഥാന യുവജന ബോർഡ്, കാസർഗോഡ് ജില്ലാ യുവജന കേന്ദ്രം, വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായാണ് വിവേകാനന്ദ ദർശനങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സാമൂഹിക ക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ ഒരു ഗ്രാന്ഥാലയമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ആ വിശേഷണം കഴിഞ്ഞ ഒരുപാട് തലമുറകളായി കേരളം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഞാനിന്ന് ജീവിക്കുന്നത്. രണ്ടാമത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദർഭം എന്ന് പറയുന്നത് ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനമായി. ആ സർവമത സമ്മേളനത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സഹോദരി സഹോദരന്മാരെ അഭിസംബോധന ചെയ്ത് ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവമതങ്ങളുടെയും മതബോധത്തിലെ നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി രക്ഷാധികാരി പി മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷനായി. സർഗവേദി സഹരക്ഷാധികാരി പി ജയചന്ദ്രൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് കോർഡിനേറ്റർ വൈശാഖ് ശോഭനൻ സ്വാഗതവും നെഹ്റു സർഗവേദി പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ യുവജന ദിനം വെള്ളിക്കോത്ത് തത്വമസി യോഗ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ദിനാചരണം അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തത്വമസി യോഗ കേന്ദ്രത്തിന്റെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഹോസ്ദുർഗുമായി സഹകരിച്ച് ദേശീയ യുവജന ദിനാചരണം വെള്ളിക്കോത്ത് തത്വമസി യോഗ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദനെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം യുവജന ദിനമായി ആചരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്നത്? ഭാരത ദർശനത്തെ ലോകമൊട്ടുക്ക് എത്തിച്ച വിശ്വപൗരനാണ് വിവേകാനന്ദൻ. അദ്ദേഹം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് യുവജനങ്ങളുടെ പങ്കാളിത്തം കണ്ടുകൊണ്ട് നമുക്ക് നൽകിയ ആഹ്വാനം. അജാനൂർ പഞ്ചായത്ത് മെമ്പർ M ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നെഹ്റു യുവകേന്ദ്ര യൂത്ത് ഓഫീസർ P അഖിൽ മുഖ്യാതിഥിയായി. ഡോക്ടർ K അനുപമ ക്ലാസ് എടുത്തു. അശോക് രാജ് വെള്ളിക്കോത്ത് സ്വാഗതവും P പൃഥ്വിരാജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് യുവജന ദിനത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം അനുബന്ധ പരിപാടിയായി വീണച്ചേരിയിൽ ചരിത്ര സ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് വീണച്ചേരി ബ്രാഞ്ച് കമ്മിറ്റി ചരിത്ര സ്മരണ സദസ്സ് സംഘടിപ്പിച്ചത്. CPIM അമ്പലത്തറ ലോക്കൽ സെക്രട്ടറി ഡോക്ടർ സ്മിത ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മളെല്ലാവരും കഴിഞ്ഞ കാലങ്ങളെ അത്രയേറെ പ്രാധാന്യത്തോടെ കാണുന്നവരല്ല. നമുക്ക് വളരെ വൈവിധ്യമാർന്ന ഒരുപാട് തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും കാര്യങ്ങളെല്ലാം. നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഒക്കെ കൈമുതലായിട്ടുള്ള നമ്മള് പെട്ടെന്ന് ഈ ഓർമ്മ മാഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കാണ് പുതിയ കാലത്തുള്ളത്. അങ്ങനെ ഓർമ്മകൾ മരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളുടെ ഓർമ്മകൾ, ചരിത്രത്തെയും അതുപോലെ തന്നെ മറ്റു അനുഭവങ്ങളെയും എല്ലാം നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നവരായതുകൊണ്ടാണ് ഇത്തരത്തില് ചരിത്ര ക്ലാസുകൾ പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ച്, പാർട്ടി വളർന്നു വന്ന വഴികളെ കുറിച്ചുള്ള, കടന്നു വന്ന വഴികളെ കുറിച്ചുള്ള ചരിത്രം കൃത്യമായിട്ട് പുതുതലമുറയിലേക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ചരിത്ര ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും ചരിത്ര സ്മരണ സദസ്സ് ചെയർമാനുമായ ആലിങ്കാൽ ദാമോദരൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം സൈനബ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പഴയകാല ദിനേശ് ബീഡി തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കൂടാതെ കേരളോത്സവത്തിൽ ജില്ലാതല നാടക മത്സരത്തിൽ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ട വിനീഷ് ബാബുവിനെയും നടി കാശിഷ് മുകേഷിനെയും അനുമോദിച്ചു. കൺവീനറായ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പിലിക്കോട് വയൽ PCKR അടിയോടി സ്മാരക കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വി കുഞ്ഞിരാമൻ വൈദ്യർ സ്മാരക നാടൻ കലാ പുരസ്കാരം കോൽക്കളി പരിശീലകൻ KV പത്മനാഭൻ ഗുരുക്കൾക്ക് 25-ന് MV നികേഷ് കുമാർ പുരസ്കാര സമർപ്പണം നടത്തും. നാടൻ കലാപ്രവർത്തകരെ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കലാസമിതി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. പിലിക്കോട് കോതോളി സ്വദേശിയായ KV പത്മനാഭൻ ഗുരുക്കൾ കോൽക്കളി കലാരംഗത്ത് സജീവമാണ്. സമിതിയുടെ 4ാമത് പുരസ്കാരമാണ് പത്മനാഭൻ ഗുരുക്കളെ തേടിയെത്തിയത്. ഈ 4ാമത്തെ അവാർഡ് കോൽക്കളി ഏറ്റവും പ്രഗത്ഭനായ ഒരുപാട് സംഘങ്ങളെ കോൽക്കളി പഠിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ശിക്ഷ സംഘത്തിലുണ്ട്. എന്നാൽ മറ്റ് അംഗീകരിക്കപ്പെട്ട അംഗീകാരങ്ങളൊന്നും തേടിയെത്താത്ത പിലിക്കോടിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട KV പത്മനാഭൻ ഗുരുക്കളെയാണ് ഈ വർഷത്തെ അവാർഡ് കൊടുക്കാൻ വേണ്ടി നിർണ്ണയിക്കുന്നത്. അവാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് വെങ്ങനായിറ്റി, അതുപോലെ പ്രകാശൻ ചന്ദേര, തുരുത്തി രാമചന്ദ്രൻ അടക്കമുള്ള നാലംഗ സമിതിയാണ്. ഞാൻ അതിൻ്റെ ചെയർമാൻ കൂടിയാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 25-ന് വൈകുന്നേരം MV നികേഷ് കുമാർ പുരസ്കാരദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ഉദയൻ കുണ്ടംകുഴി, ഗംഗൻ IT, പ്രകാശൻ ചന്ദേര, KV രാഘവൻ, അഖിൽ ചന്ദ്രൻ, KV രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
3 പതിറ്റാണ്ട് മുൻപ് പിലിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം തരത്തിൽ ഒരുമിച്ച് പഠിച്ചവരുടെ കുടുംബസംഗമം നടന്നു. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1995 SSLC കൂട്ടായ്മയായ ചങ്ങാത്തത്തിലെ പഠിതാക്കളാണ് കുടുംബാംഗങ്ങളോടൊപ്പം ഒത്തുചേർന്നത്. കുടുംബസംഗമത്തിൽ സ്കൂൾ കലോത്സവത്തിലെ ജില്ലാ ഉപജില്ലാ കലോത്സവ പ്രതിഭകളെയും LSS USS സ്കോളർഷിപ്പ് ജേതാക്കളെയും മറ്റ് പരീക്ഷകളിലെ ഉന്നത വിജയികളെയും അനുമോദിച്ചു. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ അതിലുണ്ടാവും, നാടകക്കാരനാണെങ്കിൽ അതിലുണ്ടാവും, അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടാവും. പക്ഷേ പഠിക്കുന്ന കാലത്ത് നമുക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ ഇതിനേക്കാൾ എല്ലാം മേലെയാണ് എന്നത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ ആളാണ്. അത് ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടേ വരുള്ളൂ എന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ സജീവമാകുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ ആരുടെയും വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, ഇനി കല്യാണമായാലും പിറന്നാളായാലും ഇതൊന്നുമല്ല, ഇനി അസുഖമായാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും പരസ്പരം പറ്റാവുന്നത്ര ആൾ പങ്കെടുക്കുക. അഡ്വക്കേറ്റ് ശ്യാംപ്രസാദ് അധ്യക്ഷത വഹിച്ചു. അജയൻ ഈയക്കാട്, C മധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് കോഡ് സ്കിൽ ട്രെയിനിംഗ് സെന്ററിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജോലി ലഭിച്ചവർക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ CH കുഞ്ഞമ്പു MLA വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് കോഡ് സ്കിൽ ട്രെയിനിംഗ് സെന്ററിലെ 18 യുവതി യുവാക്കൾക്ക് 1 മാസം കൊണ്ട് കേരളത്തിലെ പ്രമുഖ 5 സ്റ്റാർ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചു. ജോലി ലഭിച്ചവർക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ CH കുഞ്ഞമ്പു MLA വിതരണം ചെയ്തു. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, നമുക്കൊരു തൊഴിൽ, ഇങ്ങനെ പലതും ചേർന്നതാണ് ജീവിതം. ആ എല്ലാം കൂടി ചേരുമ്പോഴാണ് ജീവിതമാണ്. അതിന് ബന്ധപ്പെട്ട വരുമാനം എന്നത് ജോലിയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെയോ നമുക്ക് ജോലി ലഭിച്ചവരുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ കോഡ്സ് ടീം അംഗങ്ങളായ കലാധരൻ KG, ബിനു N, ശ്രീരാജ് CK, കിഷോർ കുമാർ, വിദ്യാധരൻ KG എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. സെമിനാറുകൾ 14 മുതൽ. പൂച്ചയെ രക്ഷിക്കുന്നതിനിടെ കിണറിൽ വീണ് മരിച്ച യുവാവിന് നാടിന് നൊമ്പരമായി. ചെറുപനത്തടിയിലെ പ്രസാദിനാണ് ദാരുണാന്ത്യം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനോട് അവഗണന. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധനുമാസത്തിലെ തിരുവാതിര നാളിനെ വരവേറ്റ് മെഗാ തിരുവാതിര. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചായിരുന്നു മെഗാ തിരുവാതിര. വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ പണി കഴിപ്പിക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത. ശിലാസ്ഥാപന ചടങ്ങിനിടെ ഭക്തരുടെ പ്രതിഷേധം. അതിനാൽ ദർഗാ ഷരീഫ് ഉറൂസിന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. മടിയൻകൂലം പാട്ടുത്സവം. അടോട്ട് ഇടവുംകുന്നിൽ തെയ്യസംഘം നടന്നു. അതിനാൽ ദർഗാ ഷരീഫ് ജമായത്ത് ഭാരവാഹികൾ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് 28-ന് തുടക്കമാവും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.